ഹലോ എവരി വൺ, വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വിക്രവും വേദയും അമ്മയും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മ പറയുകയാണേ, ഞാൻ നിർബന്ധിച്ചിട്ടാ ഇന്ന് തന്നെ വേദമോൾ അങ്ങോട്ട് പോയത്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വന്നു കയറിയപ്പോൾ മുതൽ ഇങ്ങനെ ഒരു ഇരിപ്പാണ്, ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. ഇവിടെ പിന്നെ പരിഹസിക്കാനും കുത്തുവാക്കുകൾ പറയാനും ആളുകൾക്ക് കുറവൊന്നുമില്ലല്ലോ. മോളെ, എഴുന്നേറ്റ് ചെന്ന് മുഖം കഴുകുക, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. വിക്രം, ഇവൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്ക്. അത് കേട്ട് വിക്രം ഞെട്ടിക്കൊണ്ട് എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നും നിന്നെ മാത്രം ഊട്ടിയാൽ പോരല്ലോ, ഇടയ്ക്ക് നീയും ഒരു തവി ചോറ് വിളമ്പി കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫുഡ് കൊടുക്കാൻ പറഞ്ഞ് അമ്മ അങ്ങ് എണീറ്റ് പോയി കേട്ടോ. അപ്പം വിക്രം അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, എന്താ വേതാളമേ, പട്ടിണി സമരമാണോ അതോ നിരാഹാര വ്രതമോ? എന്നിട്ടൊന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് നീ ഇവിടെ പട്ടിണി സമരം നടത്തിയിട്ട് എന്താ കാര്യം? ഇനി അങ്ങനെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ തെറ്റുകൂടി എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ? അത് കേട്ട് കരഞ്ഞുകൊണ്ടിരുന്ന വേദയ്ക്ക് ദേഷ്യം വന്ന് അങ്ങ് എണീറ്റ് പോയി കേട്ടോ. അപ്പം വിക്രം ചോദിച്ചു, വേതാളമേ, ഒന്നും കഴിക്കാതെ പോവുകയാണോ? അപ്പം വിക്രം എണീറ്റ് ഒരു പ്ലേറ്റ് എടുത്ത് ചോറൊക്കെ വിളമ്പുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഉരുള വിക്രത്തിന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറ് വിളമ്പുന്നത്. എന്നിട്ട് ഒരു ഉരുള കഴിക്കാനായിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് വേദ ഉമ്മറത്തിരിക്കുകയാണ് കേട്ടോ. വേദയുടെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് വേദയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയുകയാണേ, നീ ഇപ്പോൾ സെൻറ്റി അടിച്ച് കിളി പോയിരിക്കുന്നത് കൊണ്ട് ഫുഡൊന്നും ഇപ്പോൾ വേണ്ടായിരിക്കുമല്ലോ അല്ലേ? അതുകൊണ്ട് അമ്മ പറഞ്ഞെങ്കിലും ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തിട്ടില്ല. അല്ലെങ്കിലും ഹൃദയം തകർന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. നിൻ്റെ അച്ഛൻ അത്രയ്ക്ക് മോശമാളൊന്നും അല്ല കേട്ടോ. ഇത്രയല്ലേ ചെയ്തുള്ളൂ. ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിലും ഉണ്ടല്ലോ, ആ ഫോട്ടോസ് വെറുതെ എറിയുകയല്ല, അതെല്ലാം തുണ്ടമായിട്ട് കീറി അതിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് അതിൽ ചാരമിട്ട് വല്ല തോട്ടിലും കൊണ്ടെറിഞ്ഞേനെ. എന്താ വേതാളമേ ഒരു മറുപടി ഇല്ലാത്തത് എന്ന് ചോദിച്ചിട്ട് വിക്രം ചോറ് വിളമ്പി കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേദയെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആസ്വദിച്ചാണ് കഴിക്കുന്നത്. വേദയ്ക്കാണെങ്കിലും നല്ല ദേഷ്യവും വരുന്നുണ്ട്, ആ സങ്കടവും ഉണ്ട്. അപ്പോൾ വിക്രം പറയുകയാണേ, നീ ഇങ്ങനെ വിഷമവും ദേഷ്യവും വിശപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പം മുന്നിലിരുന്നത് ഇങ്ങനെ ഊരുട്ടി ഇങ്ങനെ അണ്ണാക്കിലേക്ക് എന്ന് പറഞ്ഞ് ഫുഡ് ഉള്ളിലോട്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണേ. എന്നിട്ട് പറയുകയാണ്, എന്താ ഒരു സുഖം, എന്താ ഒരു സംതൃപ്തി. എന്നിട്ട് വേദയ്ക്ക് ഒരു ഉരുള ഇങ്ങനെ നീട്ടിയിട്ട് ചോദിക്കുകയാണ്, കൊതി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുള വേണോ? അപ്പം വേദ തട്ടി മാറ്റിയിട്ട് പറയാണ്, കൊണ്ടുപോടോ തൻ്റെ ഒരു ഉരുള. അപ്പം വിക്രം പറഞ്ഞു, എടി വേതാളമേ, സത്യത്തിൽ നിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒന്ന്, നിൻ്റെ ബുദ്ധി. വിദ്യാഭ്യാസമുണ്ടെങ്കിലും നിനക്ക് വിവേകമെന്നുള്ളത് ഇല്ല. ഞാൻ കെട്ടിയ താലിയും ഇട്ടുകൊണ്ട് വീട് വിട്ടിറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴേ നീ ഒരു അരപ്പിരിയാണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കുഴപ്പം നിൻ്റെ നാക്കാണ്. മറ്റുള്ളവരെക്കാളും മിടുക്കിയാണെന്ന് നിനക്കൊരു തോന്നലുണ്ട്. ആ തോന്നൽ നിൻ്റെ ഓരോ വാക്കിലും കാണാം. എടി, അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടന്ന അച്ഛനെ കാണാൻ പോയപ്പോഴും നിന്നെ ചതിച്ചത് ഈ രണ്ട് സാധനങ്ങളാണ്. വിവേകമില്ലായ്മയും അതുകൊണ്ട് പുറത്തു വരുന്ന നിൻ്റെ സംസാരവും. അവർക്ക് പറയാൻ പോലുമുള്ള അവസരം നീ കൊടുത്തോ? ഇല്ലല്ലോ. സാധാരണ ആളുകളാണെങ്കിൽ തന്നെ ദേഷ്യം വരും. അപ്പോൾ പിന്നെ ജില്ലാ ജഡ്ജിയായിരിക്കുന്ന ഒരാളുടെ കാര്യം പറയാനുണ്ടോ? എടി കോവർ കഴുതേ, നിൻ്റെ ചേട്ടൻ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തതിന് നിൻ്റെ അച്ഛൻ എന്ത് പഴച്ചു? നിൻ്റെ അച്ഛനും കൂടി അറിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് നിനക്ക് തെളിവ് സഹിതം അറിയാമായിരുന്നെങ്കിൽ ഓക്കെ. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് ഒരു രീതിയില്ലേ? ഇത് പിന്നെ കാര്യം അറിഞ്ഞത് ഉടനെ തന്നെ അങ്ങോട്ട് ചെന്ന് 4 മുഴ നീളമുള്ള നാക്കും നീട്ടി ഉറുമി വീശുന്നത് പോലെ അങ്ങ് വീശുകയല്ലേ? നീ ആരാടി, ലേഡി സൂപ്പർ സ്റ്റാറോ? ഇപ്പം നിൻ്റെ അവസ്ഥ എന്തായി? ജനിച്ച വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായി. ഇവിടെ നിന്നാണെങ്കിൽ ഏത് നിമിഷവും ഇറങ്ങേണ്ടി വരുന്ന സ്ഥിതിയുമാണ്. ഒരുമാതിരി നല്ല സ്പീഡിൽ പോകുന്ന ബസ്സിൽ സീറ്റും കിട്ടാതെ എന്നാലൊട്ട് കമ്പിയിൽ പിടിക്കാനും പറ്റാതെ യാത്ര ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാ ഇപ്പം നിൻ്റേത്. ഒന്ന് ബ്രേക്ക് ഇട്ടാലോ വളവ് തിരിഞ്ഞാലോ പടക്കോ എന്ന് പറഞ്ഞ് താഴെ പോവും. അതുകൊണ്ട് ആദ്യം തന്നെ നീ ഒരു സംഭവമാണ് എന്നുള്ള ഈഗോ അങ്ങ് മാറ്റിവെച്ചേക്ക്. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ഏതവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് സംസാരിക്കുക. അല്ലാതെ വട്ടക്കണ്ണും തുറപ്പിച്ച് നാക്കിട്ടലച്ച് എൻ്റെ നേരെ വരുന്നത് പോലെ എല്ലായിടത്തേക്കും ചെന്നാലുണ്ടല്ലോ,
അത് സ്വന്തം അച്ഛനാണെങ്കിൽ പോലും നിലാവത്തിരുന്ന് കരയുന്ന സ്വന്തം പട്ടിയുടെ അവസ്ഥയാവും ഇതുപോലെ. എന്നിട്ട് ഫുഡൊക്കെ തിന്ന് തീർന്ന് ഏമ്പക്കമൊക്കെ വിട്ട് വേദയെടുത്ത് വീണ്ടും ചോദിക്കുകയാണേ, ബാക്കി കുറച്ച് ചോറിരിപ്പുണ്ട്, അത് നീ കഴിക്കണോ അതോ ഞാൻ വെള്ളം ഒഴിച്ച് വെക്കണോ? അപ്പം വേദ ദേഷ്യപ്പെട്ടിങ്ങനെ തിരിഞ്ഞിരുന്നു കേട്ടോ. അപ്പം വിക്രം പറഞ്ഞു, ഓ ശരി, നിൻ്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞ് അകത്തോട്ട് കയറി അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയെ വിനയനെയാണ് കേട്ടോ. നന്ദിനി ഒന്ന് ഡോറൊക്കെ അടച്ചിട്ട് പറയുകയാണേ, ഓഹ് എന്നാലും എൻ്റെ വിനയേട്ടാ, അവൾക്ക് വേണ്ടെങ്കിൽ അങ്ങ് വിട്ടാൽ പോരെ, ഇതിപ്പം പിറകെ നടന്ന് നിനക്ക് വേണോ മോളെ, തിന്നണോ മോളെ, കുടിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കാൻ നടക്കുന്നത് എന്തിനാ? എനിക്കറിയാം എല്ലാവരെയും സൗന്ദര്യവും പണവും ഒക്കെയുള്ള തട്ടിൽ വെച്ച് നോക്കുമ്പോൾ അവൾ തന്നെയാണല്ലോ പൊങ്ങി നിൽക്കുന്നത്. അപ്പം വിനയൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലടി. അപ്പം നന്ദിനി പറഞ്ഞു, വിനയേട്ടൻ അമ്മയെ ന്യായീകരിക്കേണ്ട, അമ്മയ്ക്ക് ആ ഒരു വേർതിരിവൊക്കെ ഉണ്ട്. അപ്പം വിനയൻ പറഞ്ഞു, സമ്മതിച്ചു, ഇവിടുത്തെ 3 മക്കളെ സംബന്ധിച്ച് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും നീ മോശമാണ്, അതിൻ്റെ തകതിരിവ് അമ്മയ്ക്ക് നിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പം നന്ദിനി ആദ്യം എന്നൊക്കെ പറഞ്ഞങ്ങ് സമ്മതിച്ചു കേട്ടോ. പിന്നെയാണ് ആ പറഞ്ഞതില്ലേ നന്ദിനിക്കിട്ടുള്ള ഒരു കുത്താണെന്ന് മനസ്സിലാവുന്നത്. അതെ, അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്ത് വർത്താനമാണ് പറഞ്ഞത്? ഈ വീട്ടിൽ വന്നു കയറിയ പെണ്ണുങ്ങളിൽ ഏറ്റവും മോശം ഞാനാണെന്നോ? അപ്പം വിനയൻ പറഞ്ഞു, അത് ഞാനല്ലല്ലോ, നീയല്ലേ പറഞ്ഞത്. അപ്പം നന്ദിനി ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, വിനയേട്ട അങ്ങനെ വല്ലതും പറഞ്ഞാലേ ഞാനും പറയും. സുധാകരൻ മാഷിൻ്റെ 3 ആൺമക്കളിൽ ഏറ്റവും മോശം നിങ്ങളാ, അപ്പോഴോ? അപ്പം വിനയൻ പറഞ്ഞു, അതിലെനിക്കൊരു കുഴപ്പവുമില്ല, മാത്രമല്ല അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള വിവേകവും ബുദ്ധിയും എനിക്കുണ്ട്. അപ്പം നന്ദിനി പറഞ്ഞു, നിങ്ങൾക്കുള്ളതേ കുബുദ്ധിയാണ്, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അപ്പം വിനയൻ പറഞ്ഞു, ആ കുബുദ്ധി കൊണ്ടാ 4 കാശ് നിൻ്റെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് മറന്ന് നെകളിക്കല്ലേ നന്ദിനി. അപ്പം നന്ദിനി പറഞ്ഞു, എന്നാലും അമ്മ അവൾക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ പരിഗണന കൊടുക്കുമ്പോൾ. അപ്പം വിനയൻ പറഞ്ഞു, നിനക്ക് കണ്ണ് കടിയല്ലേ? അതേന്നേ, അവളെ ആണെങ്കിൽ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അവൾ ഒരു കാലത്ത് ഇവിടെ നിന്ന് പോവുകയുമില്ല, അതുറപ്പാ. അപ്പം വിനയൻ പറഞ്ഞു, അങ്ങനെ ഉറപ്പിക്കാനൊക്കെ വരട്ടെ, ശ്രമങ്ങൾ നടക്കുന്നതല്ലേ ഉള്ളൂ, നീ പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്താതെ. അപ്പം നന്ദിനിക്ക് സന്തോഷമായി. അപ്പം നന്ദിനി ചോദിച്ചു, അതെയോ, അപ്പം അവൾ ഇവിടുന്ന് പോകുമെന്ന് ഉറപ്പാണോ? അപ്പം വിനായകൻ പറഞ്ഞു, എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ അവളെ 2 സ്ഥലത്തുനിന്നും കെട്ടിക്കാനുള്ള ചില പദ്ധതികളാണ് ശ്രീകാന്ത് സാർ അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നന്ദിനി ചോദിച്ചു, ശരിക്കും സത്യമാണോ വിനയേട്ടാ? അപ്പം വിനയൻ പറഞ്ഞു, അയ്യോ നീ ഇത് പോയി അവളോടൊന്നും പറഞ്ഞേക്കല്ലേ നന്ദിനി. അപ്പം നന്ദിനി പറഞ്ഞു, ഞാൻ പറയൂ വിനയേട്ടാ, ഈ മുറിയിൽ വെച്ച് സംസാരിക്കുന്നത് നമ്മൾ ഭാര്യയും ഭർത്താവിൻ്റെയും ഇടയിൽ നിന്നല്ലാതെ പുറത്തോട്ടെങ്ങും പോവില്ല. അല്ല, അവളിനി എന്തെങ്കിലും പറയുന്ന സമയത്ത് അവളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി നീ വല്ല വിഡ്ഢിത്തവും വെച്ച് കാച്ചിയാലേ അതോടെ തീർന്നു. അപ്പം നന്ദിനി പറഞ്ഞു, ഞാൻ പറയില്ലെന്നേ, ഇത്രയും കാലമായിട്ട് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, നിങ്ങൾ കാര്യം പറ, എന്താ ശ്രീകാന്ത് സാറിൻ്റെ പദ്ധതി? അപ്പം വിനയൻ പറഞ്ഞു, സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ നന്ദിനി, പക്ഷേ എന്തൊക്കെയോ പരിപാടികളുണ്ട്, അല്ലെങ്കിൽ വിശ്വേട്ടന് ജോലി കൊടുക്കാൻ നോക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അപ്പം നന്ദിനി പറഞ്ഞു, പക്ഷേ വിനയേട്ടാ, അതെങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പം വിനയൻ പറഞ്ഞു, എനിക്കും, അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് നിർത്തി, നീ ലൈറ്റ് അണക്കി, എനിക്ക് ഉറക്കം വരുന്നു, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വിനയൻ കിടക്കുകയാണ്. നന്ദിനി അപ്പോഴും ഇരുന്ന് ആലോചിക്കുകയാണ്, എന്നാൽ എന്തായിരിക്കും ശ്രീകാന്ത് സാറിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം പുറത്തിറങ്ങി വരുന്നതാണ് കേട്ടോ. വിക്രം നോക്കുമ്പം പുറത്ത് വേദയില്ല, വേദ ഓൾറെഡി റൂമിൽ പോയി കിടന്നു. റൂമിൽ ചെന്ന് നോക്കുമ്പോഴുണ്ട് കട്ടിലിലാണ് വേദ കിടക്കുന്നത്. അത് കണ്ട് അടുത്ത് വന്ന് നിന്ന് നോക്കിയിട്ട് ഡി വേദാളം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. വേദം ഒന്നും കേട്ട ഭാവം നടിക്കാതെ കിടക്കുകയാണേ. എന്നിട്ട് നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ജഗ്ഗിൽ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. അങ്ങനെ ചെന്ന് ജഗ്ഗിൽ വെള്ളം എടുക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞതും നമ്മുടെ വേദ ആ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, കയ്യിലൊരു കത്തിയും പിടിച്ചുകൊണ്ടാണ് കേട്ടോ വേദ നിൽക്കുന്നത്. എന്നിട്ട് പറഞ്ഞ്, ആ വെള്ളം എൻ്റെ തലയിൽ ഒഴിച്ചാലുണ്ടല്ലോ ഉറപ്പായും ഞാൻ നിങ്ങളെ കുത്തും. അപ്പം വിക്രം ചോദിക്കുകയാണ്, എന്ത്? അപ്പം വേദ പറഞ്ഞു, അല്ലെങ്കിലേ എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് അരപ്പിരി ഇളകി നിൽക്കുകയാണ്. എനിക്ക് ബുദ്ധിയില്ലെന്നും വിവേകമില്ലെന്നും നാക്ക് ശരിയല്ലെന്നും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രവൃത്തി കൂടി ശരിയല്ലെന്ന് നിങ്ങൾ പറയും. ഇതെൻ്റെ തലയിലൊഴിച്ച് എന്നെ നിങ്ങൾ ഉപദ്രവിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങളെ കുത്തും, ഉറപ്പാ. അത് കേട്ട് വിക്രം ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ശരിക്കും വട്ടുണ്ടോ?
ആരിത് നിൻ്റെ തലയിൽ ഒഴിക്കുന്നു? ഞാനിത് കുടിക്കാൻ കൊണ്ടുവന്നതാ. അപ്പം വേദ പറഞ്ഞു എന്നാ കുടി. അപ്പം വിക്രം ആ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വിക്രം പറഞ്ഞു ആ വെള്ളം കുടിച്ചിട്ട് ഇതിനെന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ വേദ പറഞ്ഞു 2 ദിവസമായിട്ട് തുറന്നിരുന്ന വെള്ളമല്ലേ, വല്ല പല്ലിയും മൂത്രമൊഴിച്ച് കാണും. അപ്പം വിക്രം ഛർദ്ദിക്കാനൊക്കെ പോയിട്ട് എന്നിട്ട് പറഞ്ഞു നിനക്കന്നൊന്നും എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ വേദ പറഞ്ഞു നിങ്ങൾക്ക് ഇതെൻ്റെ തലയിൽ കമിഴ്ത്താനായിരുന്നല്ലോ താല്പര്യം, അപ്പം ഞാൻ കരുതി ഇത്തിരി കുടിച്ചോട്ടെ എന്ന്. പേടിക്കണ്ട, ചത്തൊന്നും പോകില്ല. എന്നിട്ട് വേദ വന്ന് ആ ബെഡിലിരുന്ന് കേട്ടോ. അപ്പം വിക്രം വന്ന് നീ അവിടെ നിന്ന് മാറിക്കിടക്ക്, ഇത് എൻ്റെ കട്ടിലാണ്. അപ്പം വേദ പറഞ്ഞു ഇനി മുതലേ ഇത് എൻ്റെ കട്ടിലാണെന്ന് കരുതിക്കോളൂ. ഇത്രയും നാൾ ഞാൻ താഴെ കിടന്നില്ലേ, വീട്ടിലുള്ള ആണുങ്ങൾക്ക് മാത്രമേ കട്ടിൽ കിടക്കാവൂ എന്ന് നിയമമൊന്നുമില്ലല്ലോ. അപ്പം വിക്രം പറഞ്ഞു ഇതാണ് നിൻ്റെ വായും നാക്കും ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പോഴേക്കും അടുത്തുള്ള ആ കസേരയിൽ ഇരുന്ന് കേട്ടോ വിക്രം. അപ്പം വേദ പറഞ്ഞു ഞാൻ അതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ, കട്ടിലിൽ ആണുങ്ങൾ മാത്രമല്ല കിടക്കേണ്ടതെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പം വിക്രം പറഞ്ഞു നീ ഫെമിനിസ്റ്റ് കളിക്കല്ലേ. അപ്പോൾ വേദ പറഞ്ഞു പെണ്ണുങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആണുങ്ങളുടെ സ്ഥിരം ആക്ഷേപ വർത്തമാനമാണല്ലോ ഇത്, എന്നാൽ എനിക്കതൊരു ബഹുമതിയായിട്ടാണ് തോന്നുന്നത്. അപ്പം വിക്രം പറഞ്ഞു വെറുതെ അല്ലടി നിൻ്റെ അച്ഛൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത്. അപ്പം വേദ പറഞ്ഞു അത് ഞാനങ്ങ് സഹിച്ചു, അതിൽ സന്തോഷമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ആനന്ദം പ്രകടനം നടത്തി അണ്ണാക്കിലോട്ട് ഫുഡ് വാരി വാരി കഴിച്ചത്. അപ്പം വിക്രം പറഞ്ഞു നീ അത് നോക്കി വെള്ളം ഇറക്കിയായിരുന്നല്ലോ. അപ്പം വേദ പറഞ്ഞു നിങ്ങൾ ഉരുട്ടിയ ചോറ് നോക്കിയോ, അത് നെറുകയിലെങ്ങാണം കയറിപ്പോയി ശ്വാസം മുട്ടി പിടഞ്ഞു മരിക്കുമോ എന്നാണ് ഞാൻ നോക്കിയത്. കുപ്രസിദ്ധ ഗുണ്ട ഉരുള വിഴുങ്ങി ചത്തു എന്നുള്ള വാർത്തയാകുമല്ലോ നാളെ പത്രത്തിൽ വരുന്നത് എന്നാണ് ഞാനപ്പോൾ വിചാരിച്ചത്. അപ്പം വിക്രം പറഞ്ഞു അപ്പം നിനക്ക് വർത്തമാനമൊക്കെ പറയാൻ അറിയാം അല്ലേ. നേരത്തെ ബൊമ്മ പോലെ ഇരുന്നപ്പം ഞാൻ കരുതി ജഡ്ജി അദ്ദേഹം ഇറക്കി വിട്ടപ്പോൾ നിൻ്റെ നാവും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയെന്ന്. അപ്പം വേദ അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ നാവിന് 4 മുഴമാണെന്ന്. അപ്പം വിക്രം പറയുകയാണ് എന്താ സംശയമുണ്ടോ? അത് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് വരെ ഞാൻ കണ്ടതല്ലേ. അപ്പം വേദ പറഞ്ഞു ലോകത്ത് എല്ലായിടത്തും സ്വന്തം മക്കളും അച്ഛനമ്മമാരും തമ്മിൽ വാക്കേറ്റവും സൗന്ദര്യപ്പിണക്കവും തർക്കവും ഒക്കെ ഉണ്ടാവും. എന്താ നിങ്ങളുടെ അച്ഛനും തമ്മിൽ നടക്കുന്നില്ലേ? പട്ടിയെ പറയുന്നത് പോലെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അച്ഛനെ ശത്രുവായിട്ടാണോ കാണുന്നത്? അപ്പം വിക്രം പറഞ്ഞു ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ 1000 പ്രശ്നമുണ്ടാകും, അത് എന്താണെന്ന് അന്വേഷിക്കാനോ അതിൽ തലയിടാനോ നീ വരണ്ട. അപ്പം വേദ പറഞ്ഞു ഞാനും എൻ്റെ അച്ഛനും തമ്മിലും 1000 പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നേ. നിങ്ങൾ എന്തിനാണ് ഒരു കിണ്ണം ചോറ് എടുത്തുകൊണ്ട് വന്ന് അത് ആഘോഷിക്കാൻ വന്നത്? നിങ്ങളുടെ ഒരു തല്ലിപ്പൊളി ഉപമയുണ്ടായിരുന്നല്ലോ, എന്താണത്? സ്പീഡിൽ ഓടുന്ന ബസ്സിൽ സീറ്റ് കിട്ടാതെ പിടിച്ചു കമ്പി കിട്ടാതെ കഷ്ടപ്പെടുന്ന യാത്രക്കാരിയാണ് ഞാൻ. എന്താണ് വിക്രമ നിങ്ങളുടെ വിചാരം അങ്ങനെയാണോ? ഞങ്ങൾ പെണ്ണുങ്ങളാകുന്ന ജീവിതത്തിൻ്റെ ബസ് ഓട്ടിക്കുന്നത് നിങ്ങൾ ആണുങ്ങളാണെന്നാണോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പോഴത്തെ തെറ്റിദ്ധാരണ മാറിയാൽ അച്ഛൻ എന്നെ സ്വീകരിക്കില്ല എന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? അതുപോട്ടെ, ഈ വീട്ടിൽ നിന്നും എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന് നിങ്ങൾ പറയുന്നത്? വിക്രമ നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അതേ അവകാശം നിങ്ങളുടെ ഭാര്യ എന്ന നിലയിൽ ഈ വീട്ടിൽ എനിക്കുമുണ്ട്. അതിനി കോടതി മുഖേന നടത്തിയെടുക്കേണ്ടി വരുമോ ഞാൻ? അപ്പം വിക്രം ചോദിച്ചു കോടതിയോ? അപ്പോൾ വേദ പറഞ്ഞു എന്തേ ആ വാക്ക് കേട്ടിട്ടില്ലേ? കൂട്ടിൽ കയറി നിന്നും ജാമ്യത്തിൽ ഇറങ്ങിപ്പോയും ഒക്കെ നല്ല പരിചയമുണ്ടല്ലോ, അതേ സ്ഥലം തന്നെ. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, അച്ഛനും ഭർത്താവും ഇല്ലെങ്കിൽ അവരൊരു ജീവിതം ഒരുക്കി കൊടുത്തില്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ജീവിതം ആകെ തകർന്നുവെന്ന്. എടോ മണ്ടൻ വിക്രു, വെട്ടുപോത്തിനെ പോലെ നെഞ്ചും വിരിച്ചിങ്ങനെ നടന്നാൽ മാത്രം പോരാ, ലോകം എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് സാമാന്യ ബോധമെങ്കിലും വേണം. ആദ്യം ആണാണെന്നുള്ള അഹങ്കാരം എടുത്ത് അട്ടത്ത് വയ്ക്കുക, അപ്പം കാര്യങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകും. അപ്പം വിക്രം പറഞ്ഞു നിന്റെ സംസാരം കൂടിപ്പോകുന്നുണ്ട്, ഓവറാക്കല്ലേ. അപ്പം വേദ ചോദിച്ചു എന്താ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടാൻ തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ അച്ഛനോട് പെരുമാറിയതും അച്ഛൻ എന്നോട് പെരുമാറിയതും ഓർത്ത് എനിക്ക് സങ്കടമുണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ്. ആ സങ്കടത്തിൽ കോലിട്ട് കുത്തിയിളക്കാൻ നിങ്ങൾക്കെന്ത് അവകാശമാണുള്ളത്? ഇനി നിങ്ങളോടുള്ള തർക്കത്തിനാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാൻ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞു ആ വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ. അന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ആ നിമിഷം ഞാൻ ഇറങ്ങിപ്പോന്നു. നിങ്ങളോട് നിങ്ങളുടെ അച്ഛൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ? എന്നിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ? അത്രയും വിലകെട്ട ജീവിതം ജീവിക്കുന്ന നിങ്ങളാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? അപ്പം വിക്രം പറഞ്ഞു വേദ വേണ്ട, ഇനിയും നീ വായിട്ട് അലച്ചാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ.
അപ്പം വേദ പറഞ്ഞു, അതാണ് നിങ്ങളുടെ പ്രശ്നവും. എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ശ്രീകാര്യൻ ശ്രീനിവാസൻ ചാടാൻ പറയും, നിങ്ങൾ ചാടും. ആടാൻ പറയും, നിങ്ങൾ ആടും. പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടിയുടെ യുവജന വിങ്ങിൻ്റെ നേതാവാകാൻ പോകുന്ന ആളല്ലേ? സ്വന്തം അഭിപ്രായം പ്രകാരം എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യമുണ്ട്. അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ ഒരു താലയെടുത്ത് കെട്ടി. എൻ്റെ വിക്രമൻ സാറേ, അതൊഴിച്ച് നിങ്ങൾ ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹ വാർഷികത്തിന് ഒരു കീർ തുണി വാങ്ങിക്കൊടുത്തതുപോലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടായിരുന്നു. നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടല്ല, അറിയാമല്ലോ. അത് കേട്ട് വിക്രത്തിന് ആകെ ദേഷ്യം വന്ന് അവിടെ ഇരുന്നൊരു ടീപ്പോയിൽ വിക്രം കൈ ചുരുട്ടി ഇങ്ങനെ ഇടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വേദ പറഞ്ഞു, ഇതും ആണുങ്ങളുടെ ഒരു കുഴപ്പമാണ്. ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും ഇടിച്ചു തകർക്കാൻ തോന്നുന്ന ഹിംസ. പക്ഷേ കൈകൊണ്ട് ഇടിച്ചതിന് പകരം നിങ്ങൾ നിങ്ങളുടെ തല കൊണ്ടായിരുന്നു ഇടിക്കേണ്ടിയിരുന്നത്. ആഗ്രഹമില്ലാതിരുന്നിട്ടും ശ്രീകാര്യൻ ശ്രീനിവാസൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ആ സമയത്ത് വീട്ടുകാർക്ക് വേണ്ടി 2 നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് നല്ലതല്ലേ എന്ന് ചിന്തിച്ച് ആ തല കൊണ്ടുപോയി ചുമരിലിടിക്കണം. അങ്ങനെയെങ്കിലും ഒരു നല്ല തോന്നൽ ഉണ്ടാവട്ടെ. ഞാൻ കിടക്കാൻ പോണു, വേണമെങ്കിൽ ആ പായ വിരിച്ച് താഴെ കിടന്നോ. പിന്നെ രാത്രി ദാഹിച്ചാൽ ഈ വെള്ളം തന്നെ എടുത്തങ്ങ് കുടിച്ചേക്കേ. ഇത് ഞാൻ തിളപ്പിച്ച വെള്ളമാണ്, ദാഹശമനിയുടെ ചുവയാണ് അതിന്, അല്ലാതെ പല്ലിമൂത്രത്തിൻ്റെ അല്ല. എന്നിട്ട് വേദ പോയി ബെഡിലിരുന്ന് കേട്ടോ. എന്നിട്ട് വീണ്ടും വിളിക്കുകയാണ്, അല്ല വിക്രമൻ ചേട്ടാ, ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, പല്ലികൾ മൂത്രമൊഴിക്കാറില്ല. അപ്പം വിക്രം അന്തം വിട്ടിങ്ങനെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം വേദ പറയുകയാണ്, ഏടാ പൊട്ട, കോഴികൾ മൂത്രമൊഴിക്കാറുണ്ടോ? അപ്പം വിക്രം പറഞ്ഞു അപ്പം വേദ പറഞ്ഞു, അതുപോലെ തന്നെ ആ പല്ലികളും. അപ്പം വിക്രം മനസ്സിൽ പറയുകയാണ്, പിന്നെ ഞാനിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം വേദ കിടന്നു കേട്ടോ. മനസ്സിൽ പറയുകയാണ്, പല്ലി ഏതാ കോഴി ഏതാന്ന് അറിഞ്ഞൂടാ. അങ്ങനെ വിക്രവും ഇങ്ങനെ കുറേ ആലോചിച്ചൊക്കെ വന്ന് അടുത്തുള്ള ചെയറിൽ വന്ന് ഇരുന്ന് കേട്ടോ. അപ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. അപ്പം മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പം ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കണേ.